വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 16 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. കാലത്തിന്റെ അടയാളങ്ങൾ. ഫരിസേയരും സദുക്കായരും യേശുവിനെ പരീക്ഷിക്കാൻ വന്നു. തങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ഒരടയാളം നൽകണമെന്ന് അവർ അവനോട് ആവശ്യപ്പെട്ടു. അവൻ പ്രതിവചിച്ചു, വൈകുന്നേരം നിങ്ങൾ പറയുന്നു, ആകാശം ചെമന്നിരിക്കുന്നു, കാലാവസ്ഥ പ്രസന്നമായിരിക്കും. രാവിലെ നിങ്ങൾ പറയുന്നു, ആകാശം ചെമന്നു മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ആകാശത്തിന്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു. എന്നാൽ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല. അനന്തരം അവൻ അവരെ വിട്ടുപോയി. അടയാളങ്ങൾ അന്വേഷിക്കുന്നവരോടുള്ള യേശുവിന്റെ നിലപാട്. യേശുവിനെ പരീക്ഷിച്ച് സാധിക്കുമെങ്കിൽ കുരുക്കിൽപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടെ ഒരിക്കൽ ഫരിസേയരും സദുക്കായരിൽ ചിലരും ഒത്തുചേർന്ന് യേശുവിനെ സമീപിക്കുകയുണ്ടായി. അവർ യേശുവിനോടായിട്ട് പറയുന്നു, താങ്കൾ ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തിയാണ് എന്നതിന് തെളിവെന്ന നിലയ്ക്ക് സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു അടയാളം തരണം. ഇതായിരുന്നു അവരുടെ ആവശ്യം. യേശു അതിന് ഉത്തരമായി അവരോടായിട്ട് പറയുന്നു, നിങ്ങൾ പണ്ഡിതരും വിവരവുമുള്ള മനുഷ്യരാണല്ലോ, ബുദ്ധിശാലികളുമാണ് നിങ്ങൾ. അന്തരീക്ഷത്തിലെ മേഘപടലങ്ങൾ നോക്കിക്കണ്ട് കാലാവസ്ഥയുടെ പ്രവചനം നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. കാറ്റൂതും, മഴ പെയ്യും, ഇന്ന് ചൂടാകും, തണുപ്പാകും എന്ന കാലാവസ്ഥയുടെ എല്ലാതരം പ്രവചനങ്ങളും നിങ്ങൾ നടത്തുന്നു അന്തരീക്ഷത്തിലെ മേഘപടലങ്ങൾ കണ്ടുകൊണ്ട്. ഇത്രയും കഴിവുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാതെ പോയത്? യേശു തുടർന്ന് പറയുന്നു, ഇത് നിങ്ങളുടെ ദുഷ്ടതയുടെ പ്രകാശനമാണ്, നിങ്ങളുടെ മനസ്സിന്റെ സ്വാർത്ഥപരമായിട്ടുള്ള ചിന്തയുടെ പ്രകാശനമാണ്. ഇടുങ്ങിയ ചിന്തയാണ് ഇതിന്റെ പുറകിലുള്ളത്. നിങ്ങൾ തന്നെ വിശ്വസിക്കുന്ന, നിങ്ങളുടെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന യോനാ പ്രവാചകൻ നിനിവേ നിവാസികൾക്ക് ജീവിത നവീകരണത്തിന് എങ്ങനെ ഒരു അടയാളമായി തീർന്നുവോ, അതുപോലെ മനുഷ്യപുത്രനായ താൻ മനുഷ്യരാശിക്ക് മുഴുവനും പുനർജീവൻ നൽകുന്ന വ്യക്തിയായി തീരാൻ ഇടവരും എന്നുള്ള ആ സത്യത്തിൽ നിന്ന് അതീതമായി മറ്റൊരു അടയാളവും നിങ്ങൾക്കായിട്ട് നൽകാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഇതായിരുന്നു യേശുവിന്റെ അവരോടുള്ള ഉത്തരം. അവർ വേദപുസ്തകത്തിൽ വിശ്വസിക്കുകയും അതിലെ സത്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്നുവരികിൽ തീർച്ചയായും ദൈവത്താൽ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ യേശുക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യം ബോധം അവർക്കുണ്ടാകേണ്ടതാണ് എന്നുള്ളതാണ് യേശുവിന്റെ ഉത്തരത്തിന്റെ ധ്വനി എന്ന് നമുക്ക് മനസ്സിലാക്കാം.